എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിന് മുൻപ് പോർക്കും അതുപോലെ തന്നെ ബീഫും വെച്ചിട്ട് വിന്താലു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞളും നാരങ്ങ നീരും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കുമ്പോഴത്തേക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വിന്താലുവിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വറ്റൽ മുളകാണ്. ഇത് കാശ്മീരി വറ്റൽ മുളകാണ്. അപ്പോൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനേ ഉള്ളതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനേ ഉള്ളത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ ക്യുമിൻ സീഡ്സ്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കടുക് നമ്മൾ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് കടുക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 4 ഏലക്കായ ചേർക്കുന്നുണ്ട്. 2 ഗ്രാമ്പു, പിന്നെ ഒരു കഷ്ണം പട്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു കറിയാണ് ചിക്കൻ വിന്താലു. നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റേ അല്ല, ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുളകും മല്ലിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത മിക്സിയുടെ ജാറിൽ ആണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ആ മസാലകളൊക്കെ വറുത്ത് അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 4 വലിയ അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിലോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റിയതും കൂടി ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ അരപ്പാണ് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. നമ്മൾ വിനാഗിരിയിലാണ് ഈ അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ്. 1 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ മതിയാകും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കും. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പം നോർമൽ ഇതിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇനി സമയമില്ലാതെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സവാളയിലേക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി മുളകൊക്കെ അരച്ചിട്ട് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ വറുത്തിട്ട് വേണം അരപ്പാക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഈ സവാളയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊരു 25 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പകുതി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്, ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഒരു വലിയൊരെണ്ണം എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്യൂബുകളാക്കിയതാണ്. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഉപ്പ് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറിയുടെ മുകളിലായിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് സൈസിലൊന്ന് റെഡ്യൂസ് ആകും. ഇനി നമ്മൾ അവസാനം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. നമ്മളിതിൽ പല പല ഫ്ലേവേഴ്സ് ചേർത്തത് കാരണം ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ചെറുതായി, അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബീഫ് വിന്താലും അതുപോലെ തന്നെ പോർക്ക് വിന്താലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്